ഈ ഒരു മാജിക് മസാല വെച്ച് 10ൽ കൂടുതൽ തരം കറികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് അത് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, മുളക്, പച്ചമുളക് അത് ചേർത്തൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. ഒരുപാട് കളറൊന്നും മാറിപ്പോകണ്ട, മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് സബോള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഉപ്പിട്ട് അതിളക്കി അടച്ചു വെച്ച് വഴറ്റി എടുക്കണം. അപ്പോഴേക്ക് എന്തൊക്കെ തരം കറികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയട്ടെ. ഈ മസാല വെച്ച് 2 തരം മുട്ടക്കറി ഉണ്ടാക്കാം, പിന്നെ 2 തരം ചിക്കൻ കറി ഉണ്ടാക്കാം, പനീർ കറി ആണെങ്കിലും 2 തരത്തിലുണ്ടാക്കാം. ആര്യഭവനിലൊക്കെ കിട്ടുന്ന പോലത്തെ ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന തരം ടൊമാറ്റോ ഫ്രൈ ഇല്ലേ, അത് ഇന്ത്യൻ കോഫി ഹൗസിലും അങ്ങനെ കിട്ടാറുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും കിട്ടാറുണ്ടോ? പിന്നെ ദോശയുടെയും ഇഡലിയുടെയും കൂടെ കഴിക്കുന്ന ടൊമാറ്റോ ചട്നിയും ഇത് വെച്ച് ഉണ്ടാക്കാം. ഇനിയും കുറേ കറികൾ ഇത് വെച്ച് ഉണ്ടാക്കാം. ഓരോ കറികളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്കും നമ്മുടെ സബോള വഴന്ന് കെട്ടി കണ്ടോ, ചെറുതായിട്ട് കളറ് മാറിയാൽ മതി. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കണം. അത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നല്ലപോലെ യോജിച്ച് വെള്ളമൊക്കെ ഉള്ളത് വറ്റുകയും വേണം. ഇങ്ങനെ ഒരു മസാല നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ എന്തൊരു സമാധാനം ഉണ്ടല്ലേ. അത് വെച്ച് നമുക്ക് എന്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം കറികൾ. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എല്ലാ കറികളും, പുട്ടിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയുള്ള എല്ലാത്തരം കറികളും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അത് വഴന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തക്കാളി ഇട്ട് ഇളക്കി അടച്ചു വെച്ച് തക്കാളി നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആകുന്നിടം വരെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതൊന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റുകളൊക്കെ ഒന്ന് ഇട്ട് തരണം. എനിക്ക് ഇതത്ര പരിചയമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വിക്കിയൊക്കെ പോകുന്ന ചില സമയത്ത്. അത് പറഞ്ഞുകൊണ്ടിരുന്ന നേരം കൊണ്ട് നമ്മുടെ ബേസിക് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1-2 ആഴ്ചയൊക്കെ സുഖമായിട്ടിരിക്കും, ഒരു കേടും വരത്തില്ല. ഈ ബേസിക് മസാല കൊണ്ടുണ്ടാക്കുന്ന ഒരു പനീർ റോസ്റ്റ് ഞാൻ കാണിച്ചു തരട്ടെ. നല്ല എളുപ്പമാണ് ഇനി ഉണ്ടാക്കാൻ. വീണ്ടും ആ പാനിൽ തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഈ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മുടെ പനീർ ക്യൂബ്സ് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനത് മേടിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്ന ഈ പനീർ. അപ്പോൾ കുറച്ച് നാളൊക്കെ കേടാകാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ച് തണുപ്പ് മാറിയിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ബേസിക് മസാല പനീറിലേക്ക് ഇടുക. ഞാനിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് വേണ്ടി ചപ്പാത്തിയുടെ കൂടെയുള്ള കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. കറിയല്ല, റോസ്റ്റ്. അപ്പോൾ അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ ഒരു റോസ്റ്റ് പോലെ ഇരിക്കുന്ന തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് അങ്ങനെയാണ് ഇഷ്ടം, സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ. ഇങ്ങനെ എന്തൊക്കെ തരം പൊടിക്കൈകളാണല്ലേ നമ്മൾ അമ്മമാർക്ക് അറിയാവുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പികളൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതാമോ? ഇനിയിപ്പോൾ ഈ മസാലയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല. ഇത് വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അത്രയും ചേർത്ത് ഇളക്കുക. ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കുവാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് അത് ലൂസായി കറി പോലെ ആയി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ വെള്ളം ഒഴിക്കുമ്പം വീണ്ടും നിങ്ങൾ ഉപ്പും മസാലയൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കി, ഇല്ലാത്തത് പോരായ്മയുള്ളത് കുറച്ചുകൂടെ ചേർക്കുക. ഞാനിപ്പോൾ ചേർക്കാത്തത് എനിക്ക് ഡ്രൈ റോസ്റ്റ് പോലെയായിരുന്നു വേണ്ടത്, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇതാ അവസാനം കുറച്ച് കസൂരി മേത്തി ഒന്ന് കൈ തിരുമ്മി ഒന്ന് ചൂടാക്കിയിട്ട് ഇളക്കുക. പിന്നെ കുറച്ച് ഇച്ചിരി തീരെ കുറച്ച് മതി ടൊമാറ്റോ സോസ്. ഇതിൻ്റെ അകത്ത് ടൊമാറ്റോ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ആയി നല്ല രുചി വരും. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂണോളം അത്രയും മതി ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ച് ഇളക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ബേസിക് മസാല കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ റോസ്റ്റാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു മസാല കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിന് വേണ്ട മുട്ടക്കറി, അല്ലെങ്കിൽ ചപ്പാത്തിക്ക് വേണ്ട ചിക്കൻ കറിയോ എന്ത് കറികൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അത് ഓരോന്നായിട്ട് ഞാൻ ഒരു സീരീസ് പോലെ ഉണ്ടാക്കി പ്ലേലിസ്റ്റിലിടാം. ഇപ്പോൾ ഇത് തുടക്കമായതുകൊണ്ട് ഇത് മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ, പനീർ റോസ്റ്റ്. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന നേരം കൊണ്ട് കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മൾ ബേസിക് മസാലയും അത് വെച്ച് ഉണ്ടാക്കിയ പനീർ റോസ്റ്റ് ഉണ്ടാക്കിയതെന്ന് കണ്ടോ. അപ്പോൾ ഇതുപോലത്തെ എളുപ്പമുള്ള റെസിപ്പികളാണ് എൻ്റെ ചാനലിൽ കൂടുതലും വരുന്നത്. ഞാൻ പൊതുവെ കുറച്ച് മടിയൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് കൂടുതൽ എളുപ്പമുള്ള റെസിപ്പികളായിരിക്കും എൻ്റെ ചാനലിൽ വരുന്നത്. ഇഷ്ടമാകുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക്, ഷെയർ, കമൻ്റ് എല്ലാം ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.